ഒരു 8 ആളുകളെ നെയ്ച്ചോറ് ഈസി ആയിട്ട് ഉണ്ടാക്കിയാലോ. 1 കിലോ റൈസ് ആയിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നല്ല മഴയത്ത് നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരി അളന്നിട്ട് ആദ്യം തന്നെ നമ്മൾ കഴുകി മാറ്റി വെക്കണം. അതായത് 1 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളമാണ് നമുക്ക് തിളപ്പിക്കേണ്ടത്. അത് നമ്മൾ ജീരകശാല ആണെങ്കിൽ 1:1.5 മതി. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളിതാ 100 ഗ്രാം നെയ്യണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇങ്ങോട്ട് ഉരുകി വരുമ്പോൾ അതിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക. പട്ട ചെറിയ കഷ്ണം 5 ഏലവും ഒരു 4-5 ഗ്രാമ്പും ചേർത്തിട്ടുണ്ട്. അതിക്കത കശുവണ്ടിയും മുന്തിരിയും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സവാളയും ഒരു ചെറിയ ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ചോറിലൊക്കെ ഇടുന്ന കൈതൻ്റെ ഇല ഉണ്ട്, രമ്പായില എന്നൊക്കെ പറയും, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ അരി അളന്ന അതേ പാത്രത്തിന് 1 കപ്പ് അരിയാണെങ്കിൽ 1.25 കപ്പ് വെള്ളം. ജീരകശാല റൈസ് ആണെങ്കിൽ 1:1.5 മതി കേട്ടോ. ഇത് ജീരകശാല അല്ല. വെട്ടി തിളക്കുമ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി 3-4 വട്ടം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് ഊറ്റിയിട്ട് അത് അതിക്കിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ വെള്ളം ഇങ്ങനെ ഏകദേശം കൊണ്ട് വറ്റി വരുമ്പോൾ അതിങ്ങോട്ട് ഇറക്കി വെച്ചുകൊണ്ട് ആ അടുപ്പിൻ്റെ മേലെ കട്ടിയുള്ളൊരു ഇരുമ്പോ ഒരു തവയെ കയറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കത്തിയാൽ മതിട്ടോ. പാകത്തിന് വെന്ത് കിട്ടും. എന്നിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. കോഴിക്കറി, മട്ടൻ കറി, ബീഫ് കറി എല്ലാം ഒക്കെ. ഇത് നമ്മൾ അച്ചാറാട്ടാ. ഈന്തപ്പഴം, നാരങ്ങ അച്ചാറും കൂടെ കുഴച്ച് തിന്നാലും പൊള്ളിക്കും. ഈ അച്ചാർ 1 സ്പൂൺ മതി കേട്ടോ. ഒരു പറ ചോറ് തിന്നാൻ പറ്റും.